guys, welcome back to our channel. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്. ആക്ച്വലി ഈ അൺബോക്സിംഗ് വീഡിയോ യൂഷ്വലി നമ്മൾ ചെയ്യാറുള്ളത് യൂസ് ചെയ്യാത്ത പ്രൊഡക്റ്റിന്റെയാണ്. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു 3 months യൂസ് ചെയ്ത പ്രൊഡക്റ്റിന്റെ ഒരു റിവ്യൂ ആണ്. ആക്ച്വലി നമ്മുടെ എല്ലാവരും ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ വയർലെസ്സിലേക്ക് എല്ലാവരും ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലൂടൂത്തിന്റെ വേർഷൻ 5.0 വരെ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഏറ്റവും നല്ലൊരു ഹെഡ്ഫോൺ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു വെല്ലുവിളിയാണ്. ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെയുള്ള വലിയ വെബ്സൈറ്റുകൾ തുറന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 10,000-ന് മേലെ പ്രോഡക്റ്റുകൾ, അതായത് ഹെഡ്ഫോൺ കാറ്റഗറിയിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു അടിപൊളി സാധനം എങ്ങനെ ചൂസ് ചെയ്യാം എന്നുള്ള, ഞാൻ മേടിച്ച ഈ പ്രോഡക്റ്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവോ ഇല്ലേ എന്നുള്ളത് കംപ്ലീറ്റ് ഈ റിവ്യൂ കണ്ടു കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണ്ട് ബോധ്യമാവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന വീഡിയോ JBL C100 TWS BLK, അതായത് ബ്ലാക്ക് എന്ന് പറയുന്ന മോഡലാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി ഇതിന്റെ വൈറ്റ് വേരിയന്റ് അവൈലബിൾ ആണ്. ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ വൈറ്റ് വേരിയന്റ് അവൈലബിൾ അല്ലായിരുന്നു. പ്രോഡക്റ്റ് നോട്ട് അവൈലബിൾ എന്ന് കാണിച്ചുകൊണ്ട് ആക്ച്വലി ഞാൻ ബ്ലാക്ക് ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ പ്രൈസ് ഞാൻ എടുത്ത സമയത്ത് ഏതാണ്ട് വരുന്നത് 3,500 രൂപയാണ്. തൊട്ടടുത്ത ദിവസം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു ഫ്യൂ ഡേയ്സ് ബാക്ക് ആണ്, 2-3 days മുമ്പ് വരെ ഇതിനൊരു ഓഫർ ഉണ്ടായിരുന്നു. 1999 രൂപയായിരുന്നു ഇതിന് ഫ്ലിപ്കാർട്ടിൽ ഉണ്ടായിരുന്ന പ്രൈസ്. അപ്പൊ ഞാൻ എടുത്തതിന് കുറെ പ്രൈസ് വ്യത്യാസം വന്നു. ഇതേമാതിരിക്കാണ് ഇപ്പൊ നിങ്ങൾക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഇത് ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് ലാഭമുണ്ട് ഈ ഒരു പ്രോഡക്റ്റിന്റെ മേലെ. ഇനി നമുക്ക് പ്രോഡക്റ്റിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കിടക്കാം. 17 മണിക്കൂർ ബാക്കപ്പ് ആണ് കമ്പനി ഇതിന് പറയുന്നത്. 12 മണിക്കൂർ ചാർജിങ് കേസും അതോടൊപ്പം തന്നെ 5 മണിക്കൂർ ഹെഡ്ഫോണിനും കൂടെ കൊടുക്കുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്ത സമയത്ത് എനിക്ക് അബ്സല്യൂട്ട്ലി കണ്ടിന്യൂസ്ലി ഞാനൊരു 5 മണിക്കൂർ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ പറയുകയാണെന്നുണ്ടെങ്കിൽ. ഫ്രീക്വന്റ്ലി യൂസ് ചെയ്യാറില്ല. എപ്പോഴെങ്കിലും മോർണിംഗ് വാക്കിന് പോകുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മുടെ പരിസര പ്രദേശങ്ങളൊക്കെ ഭയങ്കര ഒച്ചപ്പാടും വിളിയൊക്കെ ആണെന്നുണ്ടെങ്കിലാണ് പൊതുവെ ബ്ലൂടൂത്തിനെ ആശ്രയിക്കാറുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം, ഞാൻ യൂസ് ചെയ്തിടത്തോളം എനിക്ക് ഇതേവരെ ഒരു ട്രബിൾ ഷൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നവും ഫീൽ ചെയ്തിട്ടില്ല ഈ ഒരു പ്രോഡക്റ്റിൽ. പിന്നെ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ചെവിയിൽ വെച്ച് കഴിയുന്ന സമയത്ത് കുറച്ചൊരു വലിപ്പം കൂടുതൽ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിന്റെ കൂടെ ചാർജിങ് കേബിൾ മാത്രമേ കമ്പനി കൊടുക്കുന്നുള്ളൂ. ചാർജിങ് കേസ് ഇല്ല, ചാർജിങ് കേസ് ഉണ്ട്, ചാർജർ ഇല്ല. ചാർജർ കമ്പനി ഇതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ചാർജർ 5 volt 1 ampere വരുന്ന ഏത് ചാർജർ വേണമെങ്കിലും നമുക്ക് ഇതിന്റെ കൂടെ യൂസ് ചെയ്യാം. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, എക്സാക്ട്ലി അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ ഇതിന്റെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. അതായത് ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് ഒക്കെയാണ് നമ്മൾ ഇനി ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിന്റെ പാക്കേജ് ഓപ്പൺ ചെയ്ത് ഞാനിത് ചെവിയിൽ വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതിന്റെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമാജിനേഷനിൽ നിങ്ങൾക്ക് കിട്ടും. ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതാണ് ഇതിന്റെ ബോക്സ് വരുന്നത്. ഇതിന്റെ ബോക്സിൽ വരുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഒരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് JBL എന്ന് പറയുന്ന ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. JBL അറിയാലോ, JBL ഹാർമൺ കാർബൺ എന്ന് പറയുന്ന കമ്പനിയുടെയാണ് JBL എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ചാർജിങ് കേസ് ആണ്. ഈ ചാർജിങ് കേസിന് ഇതവിടെ ചാർജർ കുത്താനുള്ള ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ JBL ലെഫ്റ്റും റൈറ്റും JBL കാണാം, ഹെഡ്ഫോൺ കാണാം. ഇനി ഇത് ഞാൻ ചെവിയിൽ വെച്ച് കാണിച്ചു തരാം. ഇത് ചെവിയിൽ വെക്കുന്ന സമയത്ത് ഞാൻ രണ്ടും വെച്ച് കാണിച്ചു തരാം. ഇതിന്റെ ഒരു വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഇത് അറ്റ് എ ടൈം ഒരൊറ്റ ഡിവൈസ് മാത്രമേ ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ വലിയൊരു പ്രശ്നം. സാധാരണഗതിയിൽ ഇപ്പൊ ഇറങ്ങുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹെഡ്ഫോണുകളിലെല്ലാം തന്നെ രണ്ടെണ്ണം അതായത് ലെഫ്റ്റും റൈറ്റും 2 ഡിവൈസ് വരെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതിന്റെ ഒരു വലിയ ഡ്രോബാക്ക് എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു കാര്യം കൂടി തന്നെയാണ്. അപ്പൊ ഞാൻ ഈ ചെവിയിൽ വെക്കാൻ പോവാണ്. ഇത് വെച്ച് കഴിഞ്ഞിട്ടുള്ള എന്റെ ലുക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് കാര്യം മനസ്സിലാവും. ഇത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ നിങ്ങളാണ് ഇത് വെച്ചുകൊണ്ട് പുറത്തോടെ നടന്നു പോകുന്നെങ്കിൽ ആൾക്കാർ ചെവിക്കകത്ത് വേറെ എന്തോ സാധനം കുത്തിക്കയറ്റി വെച്ച് പോകുന്ന ഒരു ഫീൽ വരുമോ? അതല്ല, നിങ്ങൾക്ക് ഇത് അബ്സല്യൂട്ട്ലി പക്ക ഫിറ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് നോക്കാം. ഞാനിപ്പോൾ റൈറ്റ് വെച്ച് കഴിഞ്ഞു. ഇത് റൈറ്റ് വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റ് വെച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഓൺ ആവും. ഇത് പുറത്ത് ചാർജിങ് കേസിനെ പുറത്തെടുത്ത് കഴിയുമ്പോഴത്തേന് ഈ സാധനം ഓൺ ആവുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് പുറത്തെടുത്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റൈറ്റിൻ്റെ കൂടെ പെയർ ആവും. അങ്ങനെയാണ് ഇത് രണ്ടും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഇപ്പം ഞാനിത് രണ്ടും കൂടെ ചെവിയിൽ വെച്ച് കഴിഞ്ഞിട്ട് വരുന്ന എൻ്റെ ലുക്ക്. എങ്ങനെയുണ്ട്? അടിപൊളിയാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മേടിക്കാം. പിന്നെ ഇതിന് ബാക്കപ്പിന്റെ കാര്യത്തിലും അതേപോലെ കോളിന്റെ കാര്യത്തിലും ഞാൻ അബ്സല്യൂട്ട്ലി സാറ്റിസ്ഫൈഡ് ആണ്. ആക്ച്വലി ഇതിന്റെ റൈറ്റ് സൈഡിലുള്ള ബഡിൽ മാത്രമേ മൈക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു നമ്മൾ സംസാരിക്കുന്നത് കംപ്ലീറ്റ്ലി ഇത് ക്യാച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഭയങ്കര റഷ് ആയിട്ടുള്ള ഭയങ്കര ഒച്ചപ്പാടുള്ള ഒരു റൂട്ടിലൂടെയാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യില്ല. MBDയുടെ പുതിയ നിയമപ്രകാരം ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ വെച്ചിട്ട് സംസാരിക്കുന്നത് കുറ്റകരമാണ്. അതുകൊണ്ട് നമുക്ക് ഈ സാധനം ഡ്രൈവ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും.
ഇനി അവരെന്തൊക്കെയാണ് പുതിയത് കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളത് എനിക്കറിയില്ല. ആക്ച്വലി MD-ന്റെ ഒരു മനോരമയിലെന്ന് തോന്നുന്നു ഒരു ചർച്ചയിലുണ്ടായിരുന്ന ഒരാളോട് അഭിപ്രായം ചോദിച്ചു, ഈ ബ്ലൂടൂത്ത് ഹെഡ്ഫോൺ വൈൽ ഡ്രൈവിംഗിൽ യൂസ് ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത്, ഈ ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റീരിയോ സിസ്റ്റംസ്, AC അതുപോലെയുള്ള സാധനങ്ങൾ കൂടി വണ്ടിയിൽ നിന്ന് എടുത്ത് ഒഴിവാക്കണം. അത് ഒന്നെങ്കിൽ ഉറങ്ങാൻ കാരണമാവും, അതുപോലെയുള്ള സാഹചര്യങ്ങൾക്ക് കാരണമാവും. നല്ലപോലെ MD-നെ ട്രോളി കൊന്നിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഈ ബ്ലൂടൂത്ത് എനിക്ക് തോന്നുന്നു ഒരു തരത്തിൽ അതൊരു പ്രശ്നം ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മൈൻഡ് ജസ്റ്റ് ഒന്ന് മാറിപ്പോകും ഡ്രൈവ് ചെയ്യുമ്പോൾ. അതിനൊരു സാഹചര്യം ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാനിത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. പിന്നെ നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കിത് ചെവിയിൽ പക്ക ഫിറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിന്റെ ഔട്ട്ലുക്ക് ഞാൻ കണ്ണാടിയിൽ നോക്കിയിട്ട് എനിക്ക് അത്ര ഒരു ബോറായിട്ട് തോന്നിയില്ല. പക്ഷെ എന്നാലും ചെറിയൊരു സാധനം ചെവിക്കകത്ത് നിന്ന് ഇങ്ങനെ മുളച്ചിരിക്കുന്ന പോലത്തെ ഒരു ഫീല് വരുന്നുണ്ട് കേട്ടോ ചില സമയത്ത്. ആക്ച്വലി ഇതിനെക്കാട്ടിലും ഷോർട്ടായിട്ടുള്ള നല്ല അടിപൊളി സാധനങ്ങളൊക്കെ വേറെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ JBL കാർബൺ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡിന്റെ ട്രസ്റ്റ് ഫീച്ചേഴ്സും അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു ക്ലാരിറ്റി, ബാസ് ഇതൊക്കെ നോക്കിയിട്ടാണ്. ആക്ച്വലി എനിക്ക് ബാസ് ഭയങ്കര പ്രധാനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ബാസ്ഫുൾ ആയിട്ടുള്ള ഈ ഹെഡ്ഫോൺ ചൂസ് ചെയ്തത്. ആക്ച്വലി അപ്പോൾ ഇതിന്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ മറ്റുള്ളവരെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതെന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് ആക്ച്വലി അങ്ങനെ ഒരു ഔട്ട്ലുക്ക് നിങ്ങളെ ബാധിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്തതിന് ശേഷം മാത്രം ചൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, ചിലർക്ക് ഇത് ചെവിയിൽ വെച്ച് കഴിയുമ്പോൾ ചാടി പോകുന്നുണ്ട്. ഇപ്പോൾ കുഞ്ചുവിനെ പോലെയുള്ള ആൾക്കാർക്ക് ഇത് ചെവിയിൽ വെച്ച് കഴിയുമ്പോൾ ചാടി പോകുന്നുണ്ട്. അവളിത് ചെവിയിൽ വെച്ച് കഴിഞ്ഞിട്ട് ചുമ്മാ ഇങ്ങനെ കൈകൊണ്ട് പിടിക്കുന്നതാണ്. എന്തിനാന്ന് വെച്ചപ്പോൾ ഇത് ചാടി പോകും, അത് കാരണം എന്ന് പറഞ്ഞു. എന്നിട്ട് അവൾക്ക് ഇതിൻ്റെ ഇയർബഡ് ഞാൻ മാറ്റിയിട്ട് കൊടുത്തു. എന്നിട്ട് പോലും അവൾക്കത് ചെവിയിൽ ഫിറ്റായിട്ട് നിൽക്കുന്നില്ല. ആക്ച്വലി ഇത് കുറച്ച് ചെറിയൊരു വെയിറ്റ് ഉണ്ടല്ലോ, ചെറിയൊരു വെയിറ്റുള്ള കാരണമാണെന്ന് തോന്നുന്നു ഇത് പോകുന്നില്ല. പക്ഷേ എനിക്കത് കറക്റ്റ് ഫിറ്റാണ്. ഞാൻ ഇത്ര നേരം ഇത് ചെവിയിൽ വെച്ചിരുന്നിട്ടാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. ഏതാണ്ട് 1 മിനിറ്റിൻ്റെ മേലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഇതുവരെ എനിക്ക് ചെവിയിൽ നിന്ന് വീട് പോയിട്ടില്ല. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു ടോട്ടൽ വാല്യൂബിൾ ഫീഡ്ബാക്ക് എന്ന് പറയാനുള്ളത്, ഇതിന് റേറ്റിംഗ് ഞാൻ ഓവറോൾ ഫീഡ്ബാക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ഔട്ട് ഓഫ് 4 ഞാൻ കൊടുക്കും. കാരണം ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ്, ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ, പിന്നെ ബിൽഡ് ക്വാളിറ്റി എല്ലാത്തിലും ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.